Hello friends, welcome back to Haja Corner. ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ചപ്പാത്തിക്കും ബട്ടർ നാനും ഒക്കെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള malaikofta എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തു. ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഉപ്പിടാതെയാണ് കേട്ടോ വേവിച്ചത്. ഇത് നന്നായി സ്മാഷ് ചെയ്ത് നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ നമ്മൾ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പനീർ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ചധികം എടുക്കാം. ഒരു നുള്ളു ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്ത് നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഞാനിത് ഉരുളകളാക്കി മാറ്റി വെച്ചു. ഇതാണ് കോഫ്ത എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കി ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. കോൺഫ്ലോറും മൈദയും അതേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആകെ പൊട്ടിപ്പോവും. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഗ്രേവിക്ക് വേണ്ടത് റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കി അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു. സവാള ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി. കാശ്മീരി ചില്ലി ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലൊരു പേസ്റ്റാക്കി മാറ്റാം. ഇനി അടുത്തതായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ച് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടർ മെൽറ്റായി വരുമ്പോൾ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാഷ്യൂ നട്ട് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അളവൊന്നുമില്ല, ഞാനൊരു 12 കാഷ്യൂ നട്ട്സോളം എടുത്തിട്ടുണ്ട്. അത് പേസ്റ്റാക്കിയാണ് ചേർത്തത്. ഗ്രേവി തിളച്ചതിന് ശേഷം കുറച്ച് കസൂരി മെത്തി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മലായ് കൊഫ്തയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊഫ്ത ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി റെഡിയാണ്. ചപ്പാത്തിക്കും ബട്ടർ നാനും ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.